വയറ് നിറച്ച് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ്. ഇന്ന് എന്തൊക്കെ കഴിച്ചെന്ന് നോക്കാം. രാവിലെ വെള്ളം കുടിച്ചായിരുന്നു, പിന്നെ ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. ചായക്ക് പകരം നമുക്ക് ഗ്യാസ് തീർന്നു പോയി രാവിലെ, അതുകൊണ്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഗ്രീൻ ടീ എടുത്തത്. അങ്ങനെ ഗ്രീൻ ടീ കുടിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്മൂത്തി എടുക്കുകയാണ്. ഞാൻ നാത്തൂൻസിൻ്റെ ഡയറ്റ് മീലാണ് കേട്ടോ സ്മൂത്തി ആയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ 1 മാസം കഴിയുമ്പോൾ എന്തായാലും പറയുന്നതായിരിക്കും. അങ്ങനെ സ്മൂത്തി കുടിച്ചു. പിന്നെ നമ്മൾക്ക് കുറച്ച് തേങ്ങ ഒക്കെ ശരിയാക്കി കടയിലേക്ക് കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു, അത് കുടിച്ച്. പിന്നെ ഗ്യാസൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് വേറൊന്നും വെക്കാൻ നിന്നില്ല, കുഴിമന്തി മേടിച്ചു കേട്ടോ. അങ്ങനെ കുഴിമന്തിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. റൈസ്, പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് ഒന്ന് അൽഫാം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൽഫാമിൻ്റെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിതാ ഗ്രില്ലല്ല എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചപ്പാത്തി റെഡിയാക്കി എടുത്തു, ചിക്കനും റെഡിയായി. പിന്നെ മക്കൾക്ക് ഇഫ ചിക്കൻ വേണമെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ, അപ്പോൾ അതുണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹെൽത്തി ആയിട്ടൊരു മയോണൈസ് ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ആ ഒരു അൽഫാം മുക്കി കഴിക്കാനായിട്ട് നല്ല മയോണൈസ് ആയിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടാവേ. അങ്ങനെ കുറച്ച് കൂടുതൽ കുക്കുംബറും ഒരു 2 ചപ്പാത്തിയും മയോണൈസും ചിക്കനും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചു. നമ്മൾ എണ്ണയൊന്നും ഇല്ലാത്ത ചിക്കനല്ലേ, അതുകൊണ്ട് ഞാനൊരു പീസ് ചിക്കൻ അങ്ങ് കഴിച്ചേ. ഞാനില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇഫ ചിക്കൻ ഒരു 2 വാ കഴിച്ചു കേട്ടോ. ടേസ്റ്റൊക്കെ അറിയണമല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ. ഇനിയിപ്പോൾ ഡയറ്റ് കഴിയുമ്പോഴത്തേനും ട്രെൻഡിങ് തീർന്നു പോയാലോ, അതുകൊണ്ട് കുറച്ച് കഴിച്ചു. പിന്നെ സന്ധ്യ ആയപ്പം ചൂടോടുകൂടി ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ രാത്രിയിൽ ഡിന്നർ ലൈറ്റ് ആക്കി കേട്ടോ. ഉച്ചയ്ക്ക് അത്രയും കഴിച്ചുകൊണ്ട് ഒരു പീസ് ചോളവും ഒരു മുട്ടയാണ് കഴിച്ചത്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കിവിയും കൂടെ കഴിച്ചിട്ട് അങ്ങ് കയറി കിടന്നു.